ആവശ്യപ്പെടൽ മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ധാരണയിലെത്തിയതാണ്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ എയിംസിന്റെ ആവശ്യം ഇവിടെ ഉയരുന്നുണ്ടായിരുന്നു. 2016 മുൻപുള്ള ഗവൺമെന്റ് എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ കണ്ടെത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് എയിംസ് അനുവദിക്കാൻ ഈ 4 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റാണ് പറയുന്നത്, നിങ്ങൾ 4 സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ല, എവിടെയാണോ സ്ഥാപിക്കേണ്ടത് ആ സ്ഥലം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കണം. അപ്പൊ ഇതിലൊന്ന് പറയണം. അങ്ങനെയാണ് കോഴിക്കോട് കിനാലൂരില് എയിംസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അത്രത്തോളം സ്ഥലം ഏറെക്കുറെ എടുത്തു കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു. അന്ന് തൊട്ട് കാത്തിരിപ്പാണ്. ഇതിനിടയില് പ്രധാനമന്ത്രി അടക്കമുള്ള ഒട്ടേറെ പേരെ കാണുകയാണ്, ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സംസാരം നടക്കുമ്പോ ഇപ്പൊ കിട്ടിപ്പോയി എന്ന് തോന്നും. പക്ഷേ അടുത്ത പ്രഖ്യാപനത്തില് അതുമാത്രമില്ല, ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ഈ ബജറ്റിന് മുൻപ് ഈ പറയുന്ന എല്ലാ പ്രക്രിയയും നടന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി നന്ദയാണ്, അദ്ദേഹത്തെയും കണ്ടോർമ്മിപ്പിച്ചു. പക്ഷേ ബജറ്റിൽ എയിംസ് ഇല്ല. 5 പ്രധാന മെഡിക്കൽ കേന്ദ്രങ്ങൾ രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ അതിലൊന്നുമില്ല. നമ്മള് ആരോഗ്യരംഗത്ത് ഇത്തരം സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആയുർവേദ രംഗം, ആയുർവേദ മേഖലയിലെ 3 പ്രധാന സ്ഥാപനങ്ങൾ രാജ്യത്ത് അനുവദിക്കുന്നു. കേരളത്തിലെ ആയുർവേദ മേഖലയെ ആർക്കെങ്കിലും അവഗണിക്കാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി കേരളത്തിൽ വരുന്നവരില്ലേ? സംസ്ഥാനത്തിന് പുറത്തുള്ളവർ മാത്രമല്ലല്ലോ, രാജ്യത്തിന് പുറത്തുള്ളവരും കേരളത്തിന്റെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വരികയല്ലേ? ആയുർവേദ മേഖലക്ക് പ്രാധാന്യം കൊടുത്ത് 3 ദേശീയ സ്ഥാപനങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമ്പോ അതിലൊന്നിന് കേരളം എല്ലാ രീതിയിലും അർഹതപ്പെട്ടതല്ലേ? പക്ഷേ കേരളത്തിന്റെ പേരില്ല, കേരളത്തിന് മാത്രമില്ല. നമ്മുടെ ശബരി റെയിൽ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം ഈ റെയിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, പണമുള്ളത് കൊണ്ടല്ല, അതിന്റെ ചെലവിന്റെ പകുതി വഹിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന ഓഫർ നൽകി.
രാജ്യത്ത് അത്തരത്തിലുള്ള പദ്ധതികൾ വളരെ വിരളമാണ്. ഓഫർ നൽകിയിട്ടും ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലേ? ഒരു പ്രത്യേക പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിച്ചു. മൊത്തം ചെലവിന്റെ പകുതിയാണ് സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞത്. അതായത് ഓരോ ഘട്ടത്തിൽ ചെലവിടുന്നതിന്റെ പകുതി സംസ്ഥാനം കൊടുക്കണം. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ അറിയിച്ചത് ആദ്യം നിങ്ങൾ സ്ഥലം മുഴുവൻ എടുക്കുക നിങ്ങളുടെ ചെലവില്. അപ്പൊ സ്ഥലമെടുക്കുന്ന ചെലവില് കേന്ദ്രം പങ്കുവഹിക്കുന്നില്ല എന്നർത്ഥം.